നമസ്കാരം. ഇന്ന് നമ്മൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ വളരെ അതിശയകരവും അതേസമയം ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു സത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 8 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവംശം വംശനാശത്തിന്റെ വക്കിലായിരുന്നു. നാം ഇന്നിവിടെ നിലനിൽക്കാൻ കാരണമായ ആ നിർണായക ഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ആ കഥയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഒരു നിമിഷം സങ്കൽപ്പിക്കുക. ഭൂമിയിൽ ആകെ അവശേഷിക്കുന്നത് വെറും 1280 മനുഷ്യർ. ഇന്നത്തെ ലോകജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര നിസ്സാരമായ സംഖ്യ. എന്നാൽ ഇത് വെറുമൊരു ഭാവനയല്ല. DNA പഠനങ്ങൾ ഞെട്ടിക്കുന്ന ഈ സത്യം പുറത്തുവിട്ടിരിക്കുകയാണ്. ഏകദേശം 800,000 വർഷം മുൻപ് മനുഷ്യരാശിയുടെ എണ്ണം ഈ നിലയിലേക്ക് കുത്തനെ കുറഞ്ഞുപോയിരുന്നു. ഇതൊരു ചെറിയ കാലയളവായിരുന്നില്ല. നൂറുകണക്കിന് വർഷങ്ങളോളം ഈ അവസ്ഥ തുടർന്നുവെന്നാണ് ജനിതക തെളിവുകൾ നമ്മോട് പറയുന്നത്. ആലോചിച്ചു നോക്കൂ, ഒരു ചെറിയ സമൂഹം വംശനാശത്തിന്റെ വക്കിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോക ജനസംഖ്യയിലേക്ക് എങ്ങനെ വളർന്നു? അത്ഭുതകരമല്ല ഇത്? എന്തുകൊണ്ടാണ് മനുഷ്യന്റെ എണ്ണം ഇത്രയധികം കുറഞ്ഞത്? ശാസ്ത്രജ്ഞരുടെ നിഗമനങ്ങളിൽ ഇതിനു പിന്നിൽ പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമാണ് പ്രധാന കാരണമായി പറയുന്നത്. ഒരുപക്ഷെ വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ അതിശക്തമായ വരൾച്ചയോ അല്ലെങ്കിൽ കടുത്ത ശൈത്യകാലമോ ആകാം നമ്മുടെ പൂർവികരെ ഇത്രയധികം പ്രതിസന്ധിയിലാക്കിയത്. ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യകളോ ആധുനിക സൗകര്യങ്ങളോ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ പ്രകൃതിയുടെ ഒരു ചെറിയ മാറ്റം പോലും മനുഷ്യന് വലിയ ഭീഷണിയായിരുന്നിരിക്കാം. ഒരു അത്ഭുതം തന്നെയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് പൊരുതി മുന്നോട്ട് വന്ന ഒരു വംശമാണ് നമ്മളെന്ന് ഈ കണ്ടെത്തൽ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിന്നിവിടെയുണ്ടെങ്കിൽ അതിന് കാരണം ആ കാലഘട്ടത്തിൽ അതിജീവിച്ച ആ 1280 പേരും അവരെ പിന്തുടർന്നു വന്നവരുമാണ്. ഒരുപക്ഷേ ആ വലിയ പ്രതിസന്ധി നമ്മുടെ ജനിതക ഘടനയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടാവാം. അതിജീവനത്തിനായുള്ള നമ്മുടെ കഴിവുകൾക്ക് അത് മൂർച്ച കൂട്ടിയിരിക്കാം. മനുഷ്യന്റെ ചരിത്രം എപ്പോഴും അപ്രതീക്ഷിത ട്വിസ്റ്റ് നിറഞ്ഞതാണ്. ഒരുപക്ഷേ ഈ കണ്ടെത്തൽ നമ്മൾ എത്രത്തോളം കരുത്തരാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ അത്ഭുതകരമായ കണ്ടെത്തൽ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ഡിഫറന്റ് കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.